Hi all, welcome to Study Win PSC. LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്, ആരുടെ വാക്കുകളാണിവ? ഉത്തരം കൽപ്പന ചൗള. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നിലമ്പൂർ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. സ്റ്റാമ്പ് ശേഖരണത്തിന്റെ സാങ്കേതിക നാമം? ഉത്തരം ഫിലാറ്റലി. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഉത്തരം ഓറഞ്ച്. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി? ഉത്തരം വി വിശ്വനാഥൻ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക്? ഉത്തരം പാക് കടലിടുക്ക്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. ഗവർണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം രാഷ്ട്രപതി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏത്? ഉത്തരം MV റാണി പത്മിനി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം തൃശൂർ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1924. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? ഉത്തരം ഹോക്കി. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം? ഉത്തരം എഡ്യൂസാറ്റ്. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ശുചിത്വം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി? ഉത്തരം KM മാണി. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല? ഉത്തരം കണ്ണൂർ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം? ഉത്തരം സച്ചിൻ തെണ്ടുൽക്കർ. ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി? ഉത്തരം ഉമ്മൻചാണ്ടി. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ? ഉത്തരം പാൻ കാർഡ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം? ഉത്തരം കരിമീൻ. തേയിലയുടെ ജന്മദേശം? ഉത്തരം ചൈന. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഉത്തരം 20. ഉപദ്വീപായ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി? ഉത്തരം ആനമുടി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ഉത്തരം 1857. ബ്രഹ്മസമാജ സ്ഥാപകൻ? ഉത്തരം രാജാറാം മോഹൻ റോയ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം? ഉത്തരം കാലടി. കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം? ഉത്തരം കുണ്ടറ. അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? ഉത്തരം 4. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേനാ മേധാവി? ഉത്തരം DK ജോഷി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം 1956. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ലോക്സഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? ഉത്തരം 25. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമ്മൾ ഇപ്പോഴത്തെ 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് നോക്കുന്നത്. ഉത്തരം ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം നോക്കാം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം? ഉത്തരം നിഷേധ വോട്ട്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ഉത്തരം ദീപക് സന്ധു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2005.
ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഉത്തരം 10 വർഷം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശ്രദ്ധിക്കുക, 2024 നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. മാഡിബ എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ്. ഉത്തരം നെൽസൺ മണ്ടേല. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം? ഉത്തരം 2020. ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതുകൊണ്ടാണ് 2020 ഓപ്ഷനിലില്ലാത്തത്. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം 2020. അടുത്ത ചോദ്യം നോക്കാം. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം? ഉത്തരം റഷ്യ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം അന്റാർട്ടിക്ക. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഉത്തരം 86-ാം ഭേദഗതി. 1000 ദ്വീപുകളുടെ നാട്? ഉത്തരം ഇന്തോനേഷ്യ. ലോക ബാങ്കിന്റെ ആസ്ഥാനം? ഉത്തരം വാഷിംഗ്ടൺ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഉത്തരം മഹാനദി. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം? ഉത്തരം മംഗൾയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി? ഉത്തരം പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ ഉള്ളത്? ഉത്തരം ഉത്തർപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം? ഉത്തരം 65. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ? ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോഴത്തെ 2024 നോക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. അടുത്ത ചോദ്യം നോക്കാം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര്? ഉത്തരം സർ ഐസക് ന്യൂട്ടൺ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഉത്തരം ഗതികോർജം. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? ഉത്തരം 3×10⁸ മീറ്റർ/സെക്കൻഡ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം സംപ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഉത്തരം ചാലനം. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്ത്? ഉത്തരം നെഗറ്റീവ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഇലക്ട്രോസ്കോപ്പ്. ഉപ്പിന്റെ രാസനാമം എന്ത്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ്? ഉത്തരം ടിഷ്യൂ കൾച്ചർ. സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ്? ഉത്തരം ജീവകം സി. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്? ഉത്തരം മന്ത്. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം? ഉത്തരം മൈറ്റോകോൺഡ്രിയ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം? ഉത്തരം ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി? ഉത്തരം സസ്യങ്ങൾ. ജലദോഷത്തിനു കാരണമായ രോഗാണു? ഉത്തരം വൈറസ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം? ഉത്തരം കോളറ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം? ഉത്തരം ജീവകം കെ. ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? ഉത്തരം പക്ഷികളെക്കുറിച്ചുള്ള പഠനം. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ആൻസറിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ ചോദ്യം 81 ഓപ്ഷൻ എ, 82 ഓപ്ഷൻ സി, 83 ഓപ്ഷൻ ഡി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ഡി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ എ, 88 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈനൽ ആൻസർ കീയിൽ, 89 ഓപ്ഷൻ സി, 90 ഓപ്ഷൻ ഡി,
91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ എ, 93 ഓപ്ഷൻ ഡി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ ഡി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ സി, 100 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.